ഇനി നമുക്ക് സ്റ്റൈൽ എന്ന ടാഗ് ഉപയോഗിച്ച് ഈ എലമെൻറ്റുകളിൽ ഉള്ള സ്റ്റൈലുകളെ വേർതിരിച്ചെടുത്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതായത് ഹെഡ് എന്ന ടാഗിനുള്ളിൽ സ്റ്റൈൽ എന്ന ടാഗ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നമുക്ക് വേണ്ട സ്റ്റൈലുകളെ എഴുതാവുന്നതാണ്. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് എന്ന ആ സ്റ്റൈല് div1 എന്ന പേരിൽ ഞാൻ റൈറ്റ് ചെയ്തു. ഈ സ്റ്റൈലിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ഡോട്ട് എന്ന് ഉപയോഗിക്കുന്നത്. ഇനി സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ടിന് പകരം ഞാൻ ക്ലാസ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം div1 എന്ന സ്റ്റൈലിൻ്റെ പേര് അവിടെ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റൈൽ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അതായത് ഈ റെഡ് കളർ ഇവിടെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ വീണ്ടും ഒരു സ്റ്റൈൽ എഴുതുകയാണ്. div2 എന്ന് കൊടുക്കാം. സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ടിന് പകരം ക്ലാസ് എന്ന് കൊടുക്കുക. div2 എന്ന് ഞാൻ കൊടുത്തു. സേവ് ചെയ്യുക. ഇപ്പോഴും സ്റ്റൈൽ അതുപോലെ തന്നെ ഉണ്ട്. ഇതേപോലെ തന്നെ ഈ ഇമേജ് ടാഗിലുള്ള സ്റ്റൈലും നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ടിന് പകരം ക്ലാസ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ഞാൻ സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സ്റ്റൈൽ അവിടെ വർക്കായിട്ടില്ല. അതാണ് ഇമേജ് ഇത്രത്തോളം വലുതായി വരുന്നത്. ഇനി ഞാൻ അതേ പേരിൽ .img ക്ലാസ് എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സ്റ്റൈൽ അവിടെ വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എലമെൻറ്റിൽ ഉള്ള സ്റ്റൈലുകളെ വേർതിരിച്ച് സെപ്പറേറ്റ് ഒരു സ്റ്റൈൽ എന്ന ടാഗിൽ വെച്ച് ഈ ഫയലിനെ കുറച്ചുകൂടി മെയിൻറ്റെയിൻ ചെയ്യാവുന്ന രീതിയിൽ ആക്കുന്നത്.